അപ്പോൾ ഇത് ജയമോഹൻ കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പഞ്ചായത്തിൽ പൂരത്ത് സ്വദേശിയാണ്. ജയമോഹന് യൂറിൻ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില അനുഭവങ്ങൾ പറയാനുണ്ട്. അത് മറ്റുള്ള ആൾക്കാർക്കും കൂടി വളരെ പ്രചോദനം ഉണ്ടാകുന്നൊരു സംഗതി ആയതുകൊണ്ട് അത് തുറന്നു പറയാൻ ജയമോഹൻ തയ്യാറായിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയമോഹൻ എന്തായിരുന്നു, എന്ത് രോഗമാണ് ഇതിലൂടെ സുഖപ്പെട്ടു എന്ന് പറഞ്ഞത്? യൂറിൻ തെറാപ്പി, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ യൂറിനറി സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ, അതിന്റെ കടുത്ത വേദന കാരണം ഡോക്ടറെ കാണിക്കുകയും അതിന്റെ സ്കാനിങ്ങിന് വിധേയനാവുകയും ചെയ്തപ്പോഴാണ് ഈ സംഗതി ഉണ്ടായതിന്റെ കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിസ് എന്ന് പറയുന്ന പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാവും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് ആണ്, അതായത് പിന്നെ വേദനയായിട്ടാണ് പോയത് അല്ലേ? സ്റ്റോണിന്റെ വേദന, അത് കഠിനമായ വേദനയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കാനിങ്ങിലാണ് യൂറിനറി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഒപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഈ എൻലാർജ്മെന്റാണ് ഇതിന് ഈ സ്റ്റോൺ ഉണ്ടാവാനിടയാക്കിയത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് പിന്നെ അറിഞ്ഞ ഉടനെ തന്നെ യൂറിൻ തെറാപ്പി, എങ്ങനെയാണ് യൂറിൻ തെറാപ്പിയായിട്ട് ബന്ധപ്പെടുന്നത്? അതുമായി ബന്ധപ്പെട്ട് വിഷയം നാരായണ മാഷുമായിട്ട് ചർച്ച ചെയ്തതാണ്. യൂറിൻ തെറാപ്പി ഇതിന് വളരെ ഫലപ്രദമാണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ അതിനു മുമ്പ് ഈ അസുഖത്തിന് സർജറി അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. മാത്രമല്ല, സർജറി സെക്ഷൽ ലൈഫിനെ വരെ ബാധിക്കുന്നതും അത് നമ്മളുടെ തന്നെ ഒരു ഈ ആയുസ്സിനെ തന്നെ ദോഷം വരുത്തുന്നതാണെന്നുള്ളത് മനസ്സിലാവും. ഡോക്ടർ പറഞ്ഞിട്ട് സർജറി തന്നെ വേണമെന്ന് ഡോക്ടർ പറയുകയും ഞാനതിനെപ്പറ്റി കുറെ കൂടി സ്വന്തം നിലക്ക് ഉള്ള ഒരു പഠനം തന്നെ നടത്തി. ഫാർമസിസ്റ്റ് എന്ന നിലക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി. ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള എല്ലാ ഇതും നോക്കുമ്പോൾ നാരായണ മാഷ് ഇങ്ങനെ ഇത്തരം പല അനുഭവസ്ഥരുണ്ട് എന്നുള്ളതിന്റെ ഒരു വീഡിയോ അയച്ചു. അതുകൂടി കേട്ടപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായി, ചെയ്താൽ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സാധാരണഗതിയിൽ രാത്രി ഒരു 3 മണിയോടുകൂടി കടുത്തായിട്ട് ഈ മൂത്രമൊഴിക്കണം എന്നുള്ള ഭയങ്കര ഒരു അർജ് വരും. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അത് നേരത്തെ പോലുള്ള തീവ്രമല്ല. അത് രാത്രി പിറ്റേന്ന് പകല് ആയാലും കുഴപ്പമില്ല, ഒഴിക്കുന്നത് വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് വന്ന്. ആദ്യം മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? മൂത്രം പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റോണിനുള്ള ചികിത്സ ഞാൻ അല്ലാതെ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് സ്റ്റോൺ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ മൂത്ര തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. കഠിനമായ ആ റീജിയൺ, സ്റ്റൊമക്കിന്റെ ആ റീജിയണിൽ നിന്ന് കഠിനമായ പെയിൻ അനുഭവം. അതാണ് അതിന്റെ സ്റ്റോണിന്റെ ഭാഗമായിട്ട് ഉണ്ടായത്. പക്ഷെ അതിനുള്ള ഒരു ഇഞ്ചക്ഷൻ നടത്തി ചെയ്തതോടുകൂടി ആ വേദന അങ്ങില്ലാതായി. പക്ഷെ എൻലാർജ്മെന്റ് പരിശോധനയിൽ തന്നെ സ്കാനിങ്ങിൽ അത് വളരെ വ്യക്തമായിരുന്നു. അതിനുശേഷം യൂറിൻ കഴിച്ചു തുടങ്ങി. പക്ഷേ സ്കാനിംഗ് ഒന്നും നടത്തിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഒരു ബൈക്ക് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് കിഡ്നിക്ക് ഒരു ചെറിയ പ്രോബ്ലം വന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വീണ്ടും അതിന് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തു നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വളരെ സിവിയർ ആയിട്ടുള്ള എൻലാർജ്മെന്റ് മൈൽഡ് എൻലാർജ്മെന്റായി മാറിയത് ആണ് കാണുന്നത്. അപ്പം വീക്കം വളരെ കുറഞ്ഞിട്ടുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പിന്നെ വീണ്ടും ആ ചികിത്സ വീണ്ടും ഇതിനോടൊപ്പം തുടർന്നു. വീണ്ടും ഒരു 1.5 മാസത്തിന് ശേഷം ഒരു സ്കാനിംഗ് കൂടെ നടത്തി. ആ സ്കാനിങ്ങിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നോർമലായതാണ് കണ്ടത്. സത്യത്തിൽ തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാനതൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു, നമ്മളെ പരിചയമുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സ്വാഭാവികമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് മാറില്ല, സർജറി അല്ലാതെ അതിന് മാർഗമില്ല. സാധാരണഗതിക്ക് അത് നോർമലാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതെ, ജയമോഹനൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു തിരുവനന്തപുരത്തു നിന്നോ കോട്ടയത്തു നിന്നോ ഒരാളെന്നെ വിളിച്ചിരുന്നു.
ശരിയാണ്. ഞാനത് ഈ സംഭവത്തോടുകൂടി എനിക്കതൊരു ത്രില്ലായി. ഇത് വളരെ എഫക്റ്റീവ് ആണെന്നുള്ളത് ആളുകളോട് പറയണമെന്നുള്ളൊരു തോന്നൽ. ആ ഘട്ടത്തിലാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ പരസ്യം കാണുന്നത്. ഹോസ്പിറ്റല് സ്റ്റീം കൊണ്ട് ഒരു ഇതുണ്ട്, സർജറി ഇല്ലാതെ, പിന്നെ സെക്ഷൽ ലൈഫിനെ ബാധിക്കാതെ സ്റ്റീം കൊണ്ടുള്ളൊരു തെറാപ്പി വന്നിട്ടുണ്ട്. അതിന് വേറെന്തോ ഒരു പേരുണ്ട്, എന്നോട് മറന്നുപോയി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരാണ്, മിംസിന്റെ ഒരു പരസ്യമാണെന്നാണ് തോന്നുന്നത്. അത് ഈ ഫേസ്ബുക്കിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതിലുള്ള ആളുകൾ ഞാനുമായിട്ട് ഇങ്ങനെ ചില കോൺവെർസേഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇത് ചെയ്തിട്ട് എൻ്റെത് നോർമലായിട്ടുണ്ട്. അപ്പോൾ അതിൽ പലരും അതിൽ എന്താണ് അതെന്ന് അറിയാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാരായണ മാഷ അഡ്രസ്സ് അവർ നേരിട്ട് ഫോൺ ചെയ്തപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുകയാണുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാൾ വിളിച്ചത്. 3-4 പേര് നമ്പറിന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യൂറിൻ തെറാപ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ ചിലർക്ക് മടി പോലെ തോന്നി. പക്ഷെ ഒരാൾ വളരെ താല്പര്യം അതിലും കാണിച്ചു. അങ്ങനെ അയാളാണ് അങ്ങേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ വേറെയും പല ആൾക്കാർക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഒരു വടകര സ്വദേശിയായിട്ടുള്ള ഒരാൾ, നാരായണൻ എന്നാണ് അയാളുടെ പേര് ശരിക്കും. അയാൾ താമസിക്കുന്ന മുഹമ്മയിലാണ്, അവിടെ ആലപ്പുഴ. ഭാര്യ വീട് അവിടെയുണ്ട്, അവിടെ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 15 വർഷമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങൾ കാരണം ഒരു യൂറോളജിസ്റ്റിന്റെ ചികിത്സയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് യൂറിൻ തെറാപ്പി കുറിച്ചറിയും പുസ്തകം വാങ്ങി വായിക്കുകയും അതിനുശേഷം അതിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തു. എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം കൊണ്ട് അയാളുടെ എല്ലാ അസ്വാസ്ഥ്യങ്ങളും മാറി. അയാൾക്ക് മൂത്രം വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. തുള്ളിയായിട്ട് പതുക്കെ വരികയായിരുന്നു. അത് സ്റ്റോൺ എവിടെ ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്റ്റോണിന്റെ കാര്യം പറഞ്ഞില്ല, ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് തന്നെയാണ് പ്രശ്നം എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് പിന്നെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഈ യൂറോളജിസ്റ്റിന്റെ അടുത്ത് ഇയാൾ പോകുന്ന സമയത്ത് ഈ പുസ്തകവും കയ്യിൽ വെച്ചു, ഒരു പുസ്തകം വാങ്ങിയിട്ട്. എന്നിട്ട് ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. 15 കൊല്ലമായിട്ട് മാറാത്ത നമ്മുടെ ഇത് അസുഖം ഇതുകൊണ്ട് യൂറിൻ തെറാപ്പി ചെയ്തിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊരു അസ്വാസ്ഥ്യമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ യൂറിൻ തെറാപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളത് ഒരിക്കലും നിർത്താതെ തുടർന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ യൂറോളജിസ്റ്റ് എന്നുള്ള ആൾക്ക് ഡോക്ടർക്ക് അറിയാതിരിക്കാം. എന്തായാലും അദ്ദേഹം ഒരിക്കലും എതിരായിട്ട് പറഞ്ഞു, നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇത് പറഞ്ഞിട്ട് തന്നെ 5-10 കൊല്ലമായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും ഞാൻ വീണ്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ യാതൊരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എൻലാർജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അസുഖം യൂറിൻ തെറാപ്പിയിലൂടെ പലർക്കും ഇങ്ങനെ മാറിയതായിട്ട് അനുഭവത്തിലൂടെ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളൊക്കെ എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് ഫീൽഡിൽപ്പെട്ട ആൾക്കാരാണ് അതിന്റെ റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവര് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അത് രോഗികൾക്ക് അല്ലല്ലോ അത് അതിന്റെ ബാധ്യത. രോഗികൾക്ക് അതിന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പറയാൻ മാത്രമേ പറ്റൂ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാന്ന് പറയുന്ന സംഗതി പേഷ്യൻസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് വേറെ പല സൈഡ് എഫക്റ്റുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഏതായാലും ഇത്രയും കാര്യങ്ങൾ വളരെ തുറന്ന് പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. ജയമോഹൻ ഇത് ചെയ്തത് വലിയൊരു സാമൂഹ്യ സേവനമായിട്ട് കണക്കാക്കുകയാണ്. നന്ദി.